വന്യമൃഗാക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. അടിമാലി സ്വദേശി ഇന്ദ്രയാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. കൂവ വിളവെടുക്കുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് പ്രത്യേക ടീമിനെ നിയോഗിച്ച് പെട്രോളിംഗ് ശക്തമാക്കാൻ വനംമന്ത്രി നിർദ്ദേശം നൽകി. ഇന്ദ്രയുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകും. രാഹുൽ വിജയൻ കോതമംഗലത്ത് നിന്ന് ചേരുന്നു. രാഹുൽ, ശ്രീകാന്ത് കോതമംഗലത്ത് ചേർന്നു. ശ്രീകാന്ത്, ഈ തുടരുന്ന വന്യമൃഗ ആക്രമണം, അതിൽ പൊലിയുന്ന ജീവനുകൾ, മറുപടി പറയാനാകാതെ സർക്കാർ പ്രതിരോധത്തിലാകുന്നു. എന്താണ് അവിടെ നിന്ന് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹേൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വന്യമൃഗ ആക്രമണത്തിൽ, ഈ ആനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ദിര എന്ന വയോധികയെ എത്തിച്ചിട്ടുള്ള ആശുപത്രിയിലാണ്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ചെറിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടേക്ക് എത്തിച്ചേരാതെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളോട് സഹകരിക്കില്ല എന്നാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. ഇപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ ചർച്ചയിലാണ്. മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ എന്താണ് ഒരു തർക്കമായി നിൽക്കുന്നത് ഈ വിഷയത്തിൽ? ഇവിടെ തർക്കത്തിൻ്റെ കാര്യമല്ല. കാരണം ഇവിടെ ജനങ്ങളെല്ലാം നാട്ടിൽ നിന്നുള്ള കാഞ്ഞിരയിൽ നിന്നുള്ള ആളെല്ലാം വന്നിട്ടുണ്ട്. ഇതൊരു നിരന്തര സംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ പരാതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കോതമംഗലത്ത് വലിയൊരു പ്രതിഷേധം ഇത് സംബന്ധിച്ച് നടന്നത്. എന്നിട്ടും വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ചാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അവസാനം ഒരു ജീവൻ കൂടി നഷ്ടപ്പെടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത്. ആളുകളെല്ലാം വളരെ രോഷാകുലരും വളരെ അമർഷത്തിലും വളരെ ഇതിലുമാണ്. ഞങ്ങളെല്ലാവരും അവരെ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആളുകളുടെ അമർഷവും രോഷവും വളരെ കഠിനമാണ്. അതുകൊണ്ട് തന്നെയല്ല, ഈ ആശുപത്രി പരിസരത്ത് ധാരാളം ആളുകൾ ബോഡി കാണാൻ വരുന്നതിൻ്റെ ഒരു അസൗകര്യം ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഞാൻ മന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം കോട്ടയ്ക്കൽ എന്തോ ചികിത്സയിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിക്കുമെന്നാണ് പറഞ്ഞത്. കളക്ടറെ വിവരം അറിയിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊരു പ്രതികരണം നടത്താൻ കഴിയൂ. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? താങ്കൾ നേരത്തെ ഇവിടെ സമരവുമായൊക്കെ രംഗത്ത് വന്ന ആൾ കൂടിയാണ്. ഇത് കഴിഞ്ഞ ഒരു 6-7 മാസക്കാലമായിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം രൂക്ഷമായ ആനശല്യമുണ്ട്. പെരിയാറിൻ്റെ 2 വശങ്ങളിലും, അതായത് കവളങ്ങാട് പഞ്ചായത്തും അടിമാലി പഞ്ചായത്തിൻ്റെയും 2 മേഖലകളിലും നിരന്തരമായി കാട്ടാന ആക്രമണങ്ങളും ആളുകളെ ആക്രമിക്കലും ഒക്കെ തന്നെയുള്ളതാണ്. പക്ഷേ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രതിഷേധകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവർക്ക് പല ന്യായീകരണങ്ങളും അതിനെ സംബന്ധിച്ച് പറയാനുണ്ട്. പക്ഷേ അതൊന്നും നമുക്കാർക്കും ബോധ്യപ്പെടുന്ന കാര്യമല്ല. ഇവിടെ അതിനപ്പുറത്ത് കാട്ടിലേക്ക് ഈ ആനകളെ തുരച്ചു കുടിക്കാനോ ഇനി അതല്ലെങ്കിൽ ഈ ആനകളെ പിടിച്ചു കെട്ടി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വിടാനോ എല്ലാ സകല സംവിധാനവും സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊരു ഉദ്യോഗസ്ഥ വീഴ്ചയാണ് എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് തടിതപ്പി പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഗവൺമെൻറ്റിൻ്റെ നയപരമായ ഒരു പാളിച്ചയാണിത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിലെന്താണ് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം എന്താണ് ആ വിഷയത്തിൽ വരുന്നത്? ശരിക്കും ജനങ്ങൾ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ്. കാരണം ഇതിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് പെരുകി. നമ്മൾ ശാസ്ത്രീയമായിട്ട് വിഷയത്തെ കൈകാര്യം ചെയ്യാതെ ഇത് പരിഹാരം ഉണ്ടാവില്ല. ആനകളുടെ എണ്ണം പെരുകി, കാടിന് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വല്ലാത്ത രീതിയിൽ ആനകൾ പെരുകി. ശാസ്ത്രീയമായ രീതിയിൽ ഇതിൻ്റെ എണ്ണം നിയന്ത്രിക്കുക, വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ പ്രത്യേക കാലഘട്ടത്തിൽ വംശനാശം നേരിടാത്ത ഈ ജീവികളെ കൊന്ന് തീർക്കുക എന്നുള്ളതല്ലാതെ വേറെ പരിഹാരമില്ല. എന്താ രാവിലെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? രാവിലെ ഇവർ ഭർത്താവിൻ്റെ കൂടെ കൂവ് പറിക്കാനായിട്ട് പോയി നിന്നതാണ്. അക്കരയിൽ നിന്ന് ആനയെ ഓടിച്ച് അക്കരെ ഈ കാട്ടിലേക്ക് വരുന്ന വഴിക്ക് സൈഡിൽ നിന്ന് ഇവരെ ആന അടിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മരണപ്പെട്ടതെന്നാണ് അറിയുന്നത്. വലിയ പരിക്കുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ചെവിയുടെ എവിടെയാണ് അടി കിട്ടിയത്. ആ സ്പോട്ടിൽ തന്നെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു എന്നാണ് അറിവ്. നേരത്തെ ഈ പ്രദേശത്ത് ആനശല്യം സ്ഥിരമായിട്ടുള്ള ആനശല്യമുള്ള ഒരു സ്ഥലം, അത് ഫുൾ ആനശല്യമുള്ള ഒരു സ്ഥലം. ഇതിൽ പരാതിപ്പെടലൊക്കെ ഉണ്ടായി? എന്നും പ്രതിഷേധ സമരം ഈ സ്പോട്ടിൽ ഉണ്ടായിരുന്ന. നിലവിൽ ഇന്നിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും തടസ്സം ഇപ്പം ഇല്ല. ഇപ്പം ഞങ്ങളത് കൂടിയാലോചിച്ച് ഞങ്ങൾക്കിത് പ്രതിഷേധിക്കാനുള്ള, നാളെ ഒരാൾ മരിക്കുമ്പോൾ ഒരു നഷ്ടപരിഹാരം കിട്ടിയാൽ പോലുള്ള ആൾ മരിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. നിലവിലിപ്പോൾ പോലീസ് അധികാരികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് ഇത് ബന്ധുക്കൾ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ചേട്ടാ, ഇത് ഒരു 9 മണി കഴിഞ്ഞു. എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ അവിടെ കൂവ് പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറമ്പില്. അതിനെനിക്ക് ചായയും കൊണ്ട് തന്നിട്ട് കുടുംബം വീട്ടിലേക്ക് വന്ന് ആടിൻ്റെ വെള്ളം കൊടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന വഴിക്കാണ് സംഭവം. തുമ്പിക്കൈക്ക് അടിക്കായിരുന്നു. അടി നേരിട്ട് കാണാൻ പറ്റിയില്ല.
അയാൾ ഇത്തിരി അകലല്ലേ ഓടി വന്നിട്ട് ഇത് ആന വന്നാണ്ടുകൊണ്ട് നേരെ താഴത്തേക്ക് ഓടി ഇറങ്ങിയതാണ്. ഓടി ഇറങ്ങിയ വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ആന 2 തൊഴിച്ചപ്പോഴാണ് ഞങ്ങൾ സംഭവം അറിയണത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ളത് ഇപ്പം നടക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ ആവശ്യം ഇക്കാര്യത്തിൽ? എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ അധികാരപ്പെട്ട ആൾക്കാർ വന്ന് ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താതെ പോസ്റ്റ്മോർട്ടം നടത്തണില്ല. ഇപ്പോൾ ഈ മരിച്ച വയോധികയുടെ ഭർത്താവാണ് നമ്മോട് സംസാരിച്ചത്. ബന്ധപ്പെട്ട ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എത്തിച്ചേരാതെ ഈ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു ജനങ്ങളുടെ ഒരു പൊതുവായ വിഷയം കൂടിയാണ്. ഇപ്പോൾ പോലീസ് അധികാരികൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, അവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം നടപടി നടക്കണമെങ്കിൽ കളക്ടർ അടക്കമുള്ള ആളുകൾ വരണം എന്നുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തുന്നത് സംബന്ധിച്ച് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാനിവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കാം, അറിയില്ല. ഈ മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാവുമല്ലോ, നടക്കുന്നുണ്ട്. അത് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നടക്കുന്നുണ്ട്. നിലവിൽ പോലീസ് അധികാരികൾ അതോടൊപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, ഈ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചത് അന്തരിച്ച ഇന്ദിരയുടെ ഭർത്താവാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ചെവിയുടെ ഈ പിൻഭാഗത്തായാണ് അടിയേറ്റത്. അപ്പോൾ തന്നെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. ഇത് ആനശല്യം അതിരൂക്ഷമായി. അന്നത്തിന് വക കണ്ടെത്താൻ രാവെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങിയാൽ ആന ചവിട്ടിക്കൊല്ലുമോ എന്ന ആശങ്കയിൽ സംശയത്തിൽ ജീവിക്കേണ്ടി വരുന്ന ജനതയുടെ വിഷമമാണ് ശ്രീകാന്ത് വിവരിച്ചത്. മറ്റു വാർത്തകളിലേക്കാണ്.